ന്യൂസ് ബ്രേക്സ് വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു. ഞാൻ പ്രവിത ലക്ഷ്മി. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, കൊച്ചിയിൽ നിന്ന് ആൻമരിയ, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ്, പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. വിവരങ്ങൾ ചോദിക്കാം ഉമേഷിനോട്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. ബജറ്റ് സെഷനാണ്. എന്നിരുന്നാലും പ്രതിപക്ഷവും ഒപ്പം തന്നെ ഭരണപക്ഷവും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ. ഗുഡ് മോർണിംഗ് പ്രവിത. എന്തായാലും ഇന്ന് പ്രധാനമായി നയപ്രഖ്യാപന പ്രസംഗമാണ്. അതിൽ ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്നത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഗവർണർ വായിക്കുമോ എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ മന്ത്രിസഭ പാസാക്കിയ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ തിരിച്ചയച്ച ഘട്ടമുണ്ട്. തിരിച്ചയക്കുകയും ഇതിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ മാറ്റി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ മന്ത്രിസഭാ യോഗം അത് അംഗീകരിച്ചില്ല. നേരത്തെ തീരുമാനിച്ച അതേ നയപ്രഖ്യാപന പ്രസംഗം തന്നെയാണ് ഇപ്പോൾ ഗവർണർക്ക് നൽകിയിരിക്കുന്നത്. ഇന്ന് 9 മണിയോടുകൂടി നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും. ഇതിൽ ഗവർണർ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ വായിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. നേരത്തെ മുൻകാലങ്ങളിലെല്ലാം ഇത്തരത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ വന്ന ഘട്ടത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ളവർ അത് വായിക്കാതെ വിട്ട സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം ഇത് വിയോജിപ്പ് രേഖപ്പെടുത്തി വായിച്ച ഘട്ടമുണ്ടായിരുന്നു. ഈ രീതിയിൽ ഏതെങ്കിലും പ്രതിഷേധം രേഖപ്പെടുത്തുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. പക്ഷേ വായിക്കാതെ വിട്ടാലും ഏതെങ്കിലും രീതിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി വായിച്ചാലും ഈ നയപ്രഖ്യാപന പ്രസംഗം തന്നെയായിരിക്കും സഭാരേഖകളിൽ ഇനി ഉണ്ടാവുക. ടെക്നിക്കലി ഈ നയപ്രഖ്യാപന പ്രസംഗം തന്നെയായിരിക്കും ഉണ്ടാവുക. അതായത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി വായിച്ചാൽ പോലും അത് സഭാരേഖയുടെ ഭാഗമായി മാറുകയും ചെയ്യും. എന്തായാലും ഇന്ന് കൂടുതൽ വാദപ്രതിവാദങ്ങളിലേക്ക്, പ്രത്യേകിച്ച് രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ല. രാഹുൽ മങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെയായുള്ള പരാതി, അത് ഡി കെ മുരളി എംഎൽഎ നൽകിയ പരാതി പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ആ വിഷയം ഇനി ചർച്ചയ്ക്കെടുക്കാനും കഴിയാത്ത സാഹചര്യമുണ്ട്. ഇനി പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഇത് പരിശോധിച്ച ശേഷം ഏതെങ്കിലും രീതിയിലുള്ള സിറ്റിംഗ്, അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ എംഎൽഎ കേൾക്കേണ്ടതുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് കേട്ട് നടപടി എടുക്കേണ്ടതുണ്ടോ തുടങ്ങി നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിപക്ഷം ഈ നിയമസഭാ കാലയളവിൽ വലിയ ആയുധമാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് ഒരുപക്ഷെ പ്ലക്കാർഡുകളോ മറ്റോ, കാരണം നയപ്രഖ്യാപന പ്രസംഗമായതുകൊണ്ട് തന്നെ പ്രത്യക്ഷ ഒരു പ്രതിഷേധത്തിലേക്ക് പോയില്ല. നാളെ സഭയില്ല, മറ്റന്നാൾ വീണ്ടും ചേരും. മറ്റന്നാൾ ഒരുപക്ഷെ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിപക്ഷം വലിയൊരു ആയുധമായി സഭയിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. പ്രവിത. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്തൊക്കെയുണ്ടാകും എന്നുള്ളത് ഉൾപ്പെടെയുള്ളത് ഏറെ ആകാംക്ഷയുള്ള കാര്യമാണ്. ഗവർണർ കേന്ദ്ര സർക്കാരിനെതിരായുള്ള വിമർശനം വായിക്കുമോ എന്നത് ഉൾപ്പെടെ കണ്ടിരുന്നതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT സംഘം ഇന്ന് സന്നിധാനത്ത് വിശദ പരിശോധന നടത്തും. ഇന്നലെ രാത്രിയോടെയാണ് SIT സംഘം സന്നിധാനത്ത് എത്തിയത്. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഷിജോ, ഗുഡ് മോർണിംഗ്. SIT സംഘം ഇന്നലെ രാത്രിയോടെ എത്തി. കോടതി നിർദ്ദേശപ്രകാരമുള്ള പരിശോധന അതെപ്പോൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? പ്രവിത, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം SIT ഹൈക്കോടതിയിൽ ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ ഇടക്കാല റിപ്പോർട്ടിൽ ശബരിമലയിൽ വലിയ തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ള കോടതിയുടെ സംശയം അത് സാധൂകരിക്കുന്നത് തന്നെയാണ് ഹൈക്കോടതിയിൽ SIT സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട്. അപ്പോൾ അതിന് പിന്നാലെ ഈ പറയുന്ന മണ്ഡലകാലം അവസാനിക്കുന്ന മുറയ്ക്ക് ശബരിമല സന്നിധാനത്തെത്തി SIT പരിശോധന നടത്തും, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കും എന്നുള്ള വിവരങ്ങൾ വളരെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ മണ്ഡലകാലം കഴിയുന്ന ഇന്ന് തന്നെ ശബരിമല സന്നിധാനത്തേക്ക് വന്ന് വളരെ വിശദമായിട്ട് പരിശോധന നടത്തി അവിടുത്തെ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് SITക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ദൌത്യം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് എത്തിയത്. ഇന്നിപ്പോൾ രാവിലെ 8 മണിക്ക് മുന്നോടിയായിട്ട് മാധ്യമപ്രവർത്തകരടക്കം സന്നിധാനത്ത് നിന്ന് ഇറങ്ങണം എന്നുള്ള ഒരു നിർദ്ദേശം സ്പെഷ്യൽ കമ്മീഷണർ ഇന്നലെ രാത്രിയോടെ തന്നെ നൽകിയിരുന്നു. അതുപ്രകാരം അപ്പോൾ മാധ്യമപ്രവർത്തകരും മറ്റ് ബന്ധപ്പെട്ട ആളുകളും ഇന്നിപ്പോൾ മറ്റാർക്കും തന്നെ സന്നിധാനത്ത് ദർശനത്തിന് അനുമതിയില്ല. സ്വാഭാവികമായിട്ടും SIT സംഘത്തിന് വളരെ വിശദമായിട്ട് വളരെ എളുപ്പത്തിൽ സന്നിധാനത്ത് പരിശോധന നടത്താനും വിവരങ്ങൾ ശേഖരിക്കാനും കഴിയും. ഇതിനകത്ത് സ്വർണ്ണപ്പാളികൾ അളവ് പരിശോധിക്കും. അതായത് സ്വർണ്ണപ്പാളികൾ മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള സംശയങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികളുടെ അളവ് പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്ട്രോങ് റൂമിൽ അടക്കം ഇരിക്കുന്ന കാര്യങ്ങളുമായി
ബന്ധപ്പെട്ടുള്ള വളരെ വിശദമായിട്ടുള്ള പരിശോധന ഉണ്ടാകും. ഇത് മാറ്റി സ്ഥാപിച്ച ജീവനക്കാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും. ഇതിനകത്ത് സന്നിധാനത്ത് നിന്ന് ഏതൊക്കെ രീതിയിലുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമോ ആ തെളിവുകളൊക്കെ ഇന്നുകൊണ്ട് തന്നെ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ദൌത്യം. അത് ഇന്ന് തന്നെ അവർ ശേഖരിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, ഹൈക്കോടതി തന്നെ ഇതിനകത്ത് ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ സംശയങ്ങൾ SIT സംബന്ധിച്ചുകൊണ്ട് ദൂരീകരിക്കേണ്ടത് കൂടിയുണ്ട്. കാരണം VSSCയിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ അഷ്ടദിക്പാലക വിഗ്രഹങ്ങളൊക്കെ അവിടെ കടത്തിക്കൊണ്ട് പോയ കാര്യങ്ങളിലൊക്കെ ഇനിയും അന്വേഷണം ഉണ്ടാവണം. PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന കാലത്തെ കാര്യങ്ങൾ കൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നു എന്നുള്ള ഒരു സാധ്യത കൂടി ഇന്നലെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന്റെ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മണ്ഡലകാലം തുടങ്ങിയ സമയം മുതൽ അവസാനിക ഘട്ടം വരെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ സന്നിധാനത്ത് നടന്നിട്ടുണ്ടോ, അതിനു മുമ്പ് ഈ സ്വർണ്ണപ്പാളികൾ 2019 മുതൽ 2025 വരെ ഏതൊക്കെ രീതിയിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട്, സന്നിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ടാണ് SIT സംഘം സന്നിധാനത്ത് എത്തുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയിൽ അത് ഹൈക്കോടതിയുടെ അനുമതി പ്രകാരമാണ്. സ്വാഭാവികമായിട്ടും ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും SIT പരിശോധിക്കും. സ്വർണ്ണപ്പാളികളുടെ അളവെടുക്കും, ജീവനക്കാരുടെ മൊഴിയെടുക്കും. അതാണ് ഏറ്റവും നിർണായകമായത്. 8 മണിയോടുകൂടി മുഴുവൻ ആളുകളും സന്നിധാനത്ത് നിന്ന് താഴേക്ക് ഇറങ്ങണമെന്നുള്ളതാണ് നിർദ്ദേശം. അതിനുശേഷമായിരിക്കും ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന SITയുടെ പരിശോധന സന്നിധാനത്ത് നടക്കുക. പ്രവിധ. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ SIT ആദ്യമായാണ് ശബരിമലയിൽ ഇത്തരത്തിൽ പരിശോധനയ്ക്കായി എത്തുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ സംഘം ഇന്ന് സന്നിധാനത്ത് വിശദമായ പരിശോധനയ്ക്കാണ് ഒരുങ്ങുന്നത് എന്നുള്ള വിവരമാണ് ഷിജോ കുര്യൻ നൽകിയത്. ബസ്സിൽ അധിക്ഷേപം നേരിട്ടുമെന്ന ഇൻസ്റ്റഗ്രാം വഴി യുവതി വെളിപ്പെടുത്തിയതിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇന്നലെ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. നിഖിൽ പ്രമേശാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. നിഖിൽ, നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഉണ്ടായത്. ഈ യുവതിയെ കണ്ടെത്താൻ പോലീസിനായിട്ടുണ്ടോ? യുവതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. എങ്ങനെയാകും ഈ കേസിന്റെ അന്വേഷണം? സുവിധ, വളരെ വിശദമായ മൊഴിയെടുപ്പാണ് ഇന്നലെ മെഡിക്കൽ കോളേജ് SHOയുടെ നേതൃത്വത്തിൽ വടകരയിലെ യുവതിയുടെ വീട്ടിലെത്തി നടത്തിയത്. ഏറ്റവും വിഷമകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാനിപ്പോൾ ദീപകിൻ്റെ വീടിന് മുന്നിലാണ് ഉള്ളത്. ഇപ്പോൾ സമയം 6:37. ഈ സമയവും നമുക്ക് ദീപകിൻ്റെ അമ്മയുടെ കരച്ചിൽ ആ വീട്ടിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട്. ആ കുടുംബം അത്രയധികം വേദനയിലാണ്. അവർ ആ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ അവർക്ക് ഈ നിമിഷവും സാധിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ഇപ്പോൾ ദീപകിൻ്റെ ഹെൽമറ്റ് കയ്യിലെടുത്തുകൊണ്ട് ആ അമ്മയുടെ കരച്ചിൽ നമുക്ക് ഈ വീടിന് പുറത്തേക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇത് ഒരുപക്ഷെ കേരളത്തിലെ അനേകായിരം അമ്മമാരുടെ കരച്ചിലാണ്. അതിൻ്റെ പ്രതീകമാണ് ഇത്. ഇവരുടെയൊക്കെ ഒരു കണ്ണീരാണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഒരുപാടധികം ആളുകൾ പിന്തുണയുമായി ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ ബന്ധുക്കളുടെയും, അതായത് ദീപകിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അതോടൊപ്പം തന്നെ ഏറ്റവും അടുത്ത സുഹൃത്ത് അഷ്കറിൻ്റെയും മൊഴി ഇതിനോടകം തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതേസമയം തന്നെ മെഡിക്കൽ കോളേജ് SHOയുടെ നേതൃത്വത്തിൽ വടകരയിലെത്തി ഒരു വനിതാ പോലീസിന്റെ കൂടി സാന്നിധ്യത്തിൽ ഈ പെൺകുട്ടിയുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. പക്ഷേ ഈ മൊഴിയിൽ നിന്ന് ആ ബസ്സിൽ വെച്ച് അധിക്ഷേപം ഉണ്ടായി എന്ന് തെളിയിക്കാൻ കഴിയുന്ന തക്കവണ്ണമുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മൊഴിയെടുത്തതിന് തൊട്ടു പിന്നാലെ യുവതിക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇന്ന് ഈ കേസിൽ തുടർ നടപടികൾ ഉണ്ടാകും. പോലീസ് കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു മൂകത, ഒരു വേദനയാണ് അനുഭവപ്പെടുന്നത്. കാരണം ആ അമ്മ ഈ വീടിനകത്തിരുന്നുകൊണ്ട് തൻ്റെ മകനെ വിളിച്ച് ഈ നിമിഷവും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റത് മുതൽ അവർ ആ വേദനയിലാണ്. ആ വേദനയ്ക്ക് എന്ത് മറുപടിയാണ് നൽകാൻ കഴിയുക? ഇനി ആ കുടുംബത്തിന് ആകെ കിട്ടേണ്ടത് നിയമപരമായിട്ടുള്ള നീതിയാണ്. ആ നീതി ആ കുടുംബത്തിന് ലഭിക്കണമെന്നാണ് ഇവിടെ എത്തിച്ചേർന്ന പൊതുപ്രവർത്തകരുമെല്ലാം ഒന്നടങ്കം പറയുന്നത്. പ്രവിധ. ശരി, നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ബസ്സിൽ അധിക്ഷേപം നേരിട്ടുവെന്ന് ഇൻസ്റ്റഗ്രാം വഴി യുവതി വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ തുടരുന്നത്. വിവരങ്ങളാണ് നിഖിൽ പ്രമേഷ് നൽകിയത്. ഇനി കൊച്ചിയിലേക്ക് പോകുന്നു. ആൻ മരിയ സണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ആൻ മരിയ ചേരുന്നുണ്ട്. ആൻ മരിയ, ഗുഡ് മോർണിംഗ്. മൂന്നാം ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യാപേക്ഷയും ഇന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് അന്വേഷണ സംഘം ഇന്ന് കോടതിയെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴായിരിക്കും ഈ കേസ് പരിഗണിക്കുക?
പ്രവിത, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമാണ്. 2 കേസുകളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. അതിൽ ഒന്ന് പത്തനംതിട്ട ജില്ലാ കോടതിയിലാണ്. അത് 3-ാം ബലാത്സംഗ കേസ് റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷ അതാണ് ഇന്ന് പത്തനംതിട്ട ജില്ലാ കോടതി പരിഗണിക്കുന്നത്. ഇന്നലെയാണ് രാഹുലിന്റെ അഭിഭാഷകർ കോടതിയിലെത്തി ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. പോലീസിന്റെ വാദം കൂടി വന്നതിന് ശേഷം, അല്ലെങ്കിൽ റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷമായിരിക്കും ഈ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുക. അതേസമയം പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ എതിർക്കും. കാരണം അന്വേഷണം അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷണത്തെ ബാധിക്കും എന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും. മറ്റൊന്ന് ഹൈക്കോടതിയാണ് നിർണായകമായിട്ടുള്ളത്. ഹൈക്കോടതിയിൽ 2-ാം ബലാത്സംഗ കേസിൽ ജാമ്യം നൽകിയിരിക്കുന്നത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന ഹർജിയാണ്. അതിന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രഥമ ദൃഷ്ടിയ കുറ്റം നിലനിൽക്കും എന്നും അത് പ്രഥമ ദൃഷ്ടിയ കുറ്റം നിലനിൽക്കുകയില്ല എന്നുള്ളത് ജില്ലാ കോടതി നൽകിയിരിക്കുന്ന വാദം അത് തെറ്റാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദമായിട്ട് സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയ തെളിവില്ലെന്ന സെഷൻസ് കോടതിയുടെ നിലപാട് അത് വസ്തുതാ വിരുദ്ധമാണ് എന്നും പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് അതിജീവിതയുടെ മൊഴി അത് പരിഗണിക്കുന്നതിൽ സെഷൻസ് കോടതി പരാജയപ്പെട്ടുവെന്ന് പറയുന്നു. കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്, പക്ഷേ ആ തെളിവുകളില്ല എന്നാണ്, പ്രഥമ ദൃഷ്ടിയ തെളിവുകളില്ല എന്നാണ് ആദ്യം കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. അന്വേഷണത്തിനിടയിൽ SITക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. മനസ്സർപ്പിക്കാതെയാണ് സെഷൻസ് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, പരാതി നൽകാൻ ഉള്ള കാരണം പരാതി നൽകുന്നതിന് വേണ്ടിയിട്ട് വൈകിയത് അതാണ് ഈ ജാമ്യം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഈ പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ വൈകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ സുപ്രീം കോടതി തന്നെ അതിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യം നൽകുന്നതിൽ ആ ഒരു കാരണം നിലനിൽക്കുകയില്ല എന്നും സംസ്ഥാന സർക്കാർ ഈ ഹർജിയിൽ പറയുന്നുണ്ട്. ഈ 2 കേസുകളിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കുന്നത്. 2 കേസുകളിലും അതിൽ ഒരു കേസിൽ പത്തനംതിട്ട ജില്ലാ കോടതിയും കേൾക്കും, ഒരു കേസ് ഹൈക്കോടതിയുടെ പരിഗണനയുമാണുള്ളത്. പ്രവിത, ശരി. എന്തായാലും ഇന്ന് 2 കാര്യങ്ങളാണ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് ഉള്ളത്. 2-ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ഒപ്പം 3-ാം ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യാപേക്ഷ ഇന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ ഇന്ന് DCCക്ക് വിശദീകരണം നൽകും. ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്ന് പത്തനംതിട്ട DCC ആവശ്യപ്പെട്ടിരുന്നു. UDF നേതൃത്വം രാഹുലിനെ തള്ളിപ്പറഞ്ഞിട്ടും ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുലിനെ അനുകൂലിച്ച് സമൂഹമാധ്യമത്തിൽ രംഗത്ത് വന്നിരുന്നു. അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും ശ്രീനാദേവി നടത്തിയിരുന്നു. ഇതിൽ UDF നേതൃത്വം അതൃപ്തി പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് DCC വിശദീകരണം തേടിയത്. അതേസമയം അതിജീവിതയെ അപമാനിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ നായാട്ട് സംഘം പിടിയിൽ. തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളുമായി 4-അംഗ സംഘമാണ് വനം വകുപ്പിന്റെ പിടിയിലായത്. വനപാലകരെ ആക്രമിക്കാനും വെടിവെക്കാനും ശ്രമിച്ച സംഘത്തെ അതിസാഹസികമായാണ് പിടികൂടിയത്. തണ്ണിത്തോട് ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിൽ സ്ഥിരമായി നടത്തിവരുന്ന രാത്രികാല പരിശോധനയുടെ ഭാഗമായിട്ട് പരിശോധന നടത്തുമ്പോഴായിരുന്നു ഈ നായാട്ട് സംഘത്തെ പിടികൂടിയത്. അവർ ആയുധങ്ങൾ ഉൾപ്പെടെ വന്നവരാണ്. അവരിൽ നാടൻ തോക്കും വെട്ടുകത്തിയും കത്തിയും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം നായാട്ട സംഘമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവരെ പിടികൂടിയതിന് ശേഷമാണ് നായാട്ട സംഘമാണെന്നും അവരുടെ കയ്യിൽ മാരകായുധങ്ങളുണ്ട് എന്നും മനസ്സിലാക്കിയത്. ശ്രമകരമായൊരു ദൗത്യമായിരുന്നു. അവർ സ്റ്റാഫുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്ന് ഒരു ജീപ്പും ഒരു ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നാടൻ തോക്ക് ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായിട്ടാണ് അവർ എത്തിച്ചേർന്നത്. അപ്പം തീർച്ചയായിട്ടും അവരെ നേരിടുന്നത് തീർച്ചയായിട്ടും ശ്രമകരമായൊരു ദൗത്യമായിരുന്നു. അവരുടെ ഭാഗത്തു നിന്നും നമ്മളെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ശക്തമായ ബലപ്രയോഗത്തിലൂടെ ആണ് അവരെ കീഴ്പ്പെടുത്തിയത്. ആ മൽപ്പിടുത്തത്തിനിടയിൽ നമ്മുടെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജിതേഷ് സാറിന് പരിക്കേറ്റിട്ടുള്ളതാണ്. വളരെ ശ്രമകരമായ ദൗത്യത്തിലൂടെയാണ് ഈ 4-അംഗ സംഘത്തെ കീഴ്പ്പെടുത്തിയത്. 4-അംഗ സംഘത്തിൽ നിന്നും അവർ സഞ്ചരിച്ച ഒരു ജീപ്പും ഒരു മോട്ടോർ ബൈക്കും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവരെ ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ ഹാജരാക്കി കോടതി അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വീണ്ടും ചേരുന്നത്. ഷിജോ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഷിജോ, ഈ നായാട്ട സംഘത്തെ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ നിലവിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ട്? മാത്രമല്ല, ഈ സംഘത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്?
പ്രവിത, ഗുഡ് മോർണിംഗ്. വനത്തിൽ കയറി വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് വലിയ തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസ് ആണ്. കേന്ദ്ര സംസ്ഥാന നിയമപ്രകാരം അത് വലിയ തരത്തിലുള്ള കുറ്റമാണ്. അത് വലിയ തരത്തിലുള്ള തടവുകൾ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളൊക്കെ ചുമത്താവുന്നതാണ്. അതിന് ഒരു തരത്തിലുമുള്ള ഒരു അംഗീകാരം ഇല്ലാത്തതുമാണ്. എന്നാൽ അത്തരം നിയന്ത്രണങ്ങളെയൊക്കെ ലംഘിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ഒരു 4-അംഗ സംഘം വനത്തിൽ കയറി വന്യമൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയത്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വ്യാപകമായിട്ട് പലയിടങ്ങളായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ വനം വകുപ്പിന് ലഭിച്ചിരുന്നു. അതുപ്രകാരം നൈറ്റ് പട്രോളിംഗ് വനംവകുപ്പ് കൃത്യമായിട്ട് നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 17-ാം തീയതി രാത്രി പത്തനംതിട്ട തണ്ണിത്തോട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള വനത്തിൽ കയറി 4-അംഗ സംഘം വന്യമൃഗങ്ങളെ വേട്ടയാടാനുള്ള ശ്രമത്തിനിടെ വനപാലകരുടെ പിടിയിലായത്. ഈ 4-അംഗ സംഘത്തെ വനപാലകർ അങ്ങേയറ്റം ശ്രമകരമായിട്ടുള്ള ദൌത്യത്തിലൂടെയാണ് പിടികൂടിയത്. നാടൻ തോക്കുകളും കത്തിയും മറ്റ് മാരകായുധങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ 4-അംഗ സംഘം നായാട്ടിന് വേണ്ടി വനത്തിൽ കയറിയത്. ഈ വനപാലകർ ഇവരെ കണ്ടുകൊണ്ടുതന്നെ ആദ്യഘട്ടത്തിൽ ഇത് നായാട്ട് സംഘമാണ് എന്ന് തിരിച്ചറിഞ്ഞില്ല. കാരണം ഇവരെ വഴിതെറ്റി വന്നതായിരിക്കും എന്നുള്ള ആദ്യം ഒരു നിഗമനത്തിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയപ്പോഴാണ് ഇവർ വന്യമൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി വനത്തിൽ കയറിയ നായാട്ട് സംഘമാണെന്ന് ബോധ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ ഇവരുടെ കയ്യിൽ ഉപയോഗിക്കുന്ന നാടൻ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് വനപാലകരെ വെടിവെക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അതിന് പിന്നാലെ ബലപ്രയോഗത്തിലൂടെ ഇവരെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പലതരത്തിലുള്ള രീതിയിൽ വനവകുപ്പ് ജീവനക്കാരെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഈ നായാട്ട് സംഘം നടത്തിയിരുന്നു. എന്തായാലും അങ്ങേയറ്റം ശ്രമകരമായിട്ടാണ് ഈ നായാട്ട് സംഘത്തെ വനപാലകർ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പിടികൂടിയ ഈ പ്രതികളെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പരിശോധന വരും ദിവസങ്ങളിൽ നടത്തുമെന്നുള്ള വിവരം കൂടി വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പ്രവിത. ശ്രീ ഷിജു കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ബി.ജെ.പി. ദേശീയ അധ്യക്ഷനായി നിതിൻ നബീനെ ഇന്ന് പ്രഖ്യാപിക്കും. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിന്നുള്ള യുവ നേതാവായ നിതിൻ നബീൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ബി.ജെ.പി. ദേശീയ അധ്യക്ഷ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് 46-കാരനായ നിതിൻ നബീൻ. പതിവ് വഴികളെല്ലാം അപ്രസക്തമാക്കിയാണ് നിതിൻ നബീൻ ബി.ജെ.പിയുടെ 12ാമത് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഡൽഹിയിലെ ബി.ജെ.പി. ആസ്ഥാനത്ത് മുതിർന്ന ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് നിതിൻ ബി.ജെ.പി. ദേശീയ അധ്യക്ഷനായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. യുവമോർച്ചയിലൂടെയാണ് നിതിൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. 2006-ൽ പട്ന വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ബീഹാർ നിയമസഭയിലെത്തി. പിന്നീട് തുടർച്ചയായി 5 തവണ നിയമസഭയിലെത്തി. ബി.ജെ.പി. വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ ബീഹാറിൽ നിതീഷ് കുമാർ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. കേരളം, ബംഗാൾ, അസം, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് പുതിയ അധ്യക്ഷനെ കാത്തിരിക്കുന്ന ആദ്യ ദൗത്യം. ബീഹാറിലെ മുതിർന്ന ബി.ജെ.പി. നേതാവായിരുന്ന നബീൽ കിഷോർ പ്രസാദ് സിൻഹയുടെ മകനാണ് നിതിൻ നബീൻ. 24 ഡൽഹി. ഉന്നാവോ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസിലെ പ്രതി കുൽദീപ് സെൻകാറിന്റെ ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം നൽകിയ ഹൈക്കോടതി ഉത്തരവ് കഴിഞ്ഞ തവണ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഹൈക്കോടതി ഉത്തരവിനെ അടിസ്ഥാനമാക്കി വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് എന്നും കേസ് ഗുരുതരമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. കേസിൽ കക്ഷി ചേരാൻ അതിജീവിതയ്ക്ക് കോടതി അനുമതി നൽകിയിരുന്നു. അതിജീവിതയ്ക്ക് സൗജന്യ നിയമസഹായം ഒരുക്കാനും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീം കോടതി സ്വമേധയായി എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേസിൽ വാദം കേൾക്കുക. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച കോടതി തെരുവുനായ കുട്ടികളെയും പ്രായമായവരെയും ആക്രമിക്കുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് കനത്ത നഷ്ടപരിഹാരം ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നവർക്കും അതിൽ ബാധ്യതയും ഉത്തരവാദിത്വവുമുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. വിരമിക്കൽ പ്രഖ്യാപിച്ച് ബാഡ്മിന്റൺ ഇതിഹാസം സൈന നെഹ്വാൾ. 35-ാം വയസ്സിലാണ് വിരമിക്കൽ പ്രഖ്യാപനം. ദീർഘകാലമായി അലട്ടുന്ന കാൽമുട്ടിലെ പരുക്കാണ് വിരമിക്കൽ തീരുമാനത്തിന് പിന്നിലെന്ന് സൈന വ്യക്തമാക്കി. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് സൈന നെഹ്വാൾ. ലോക 1-ാം നമ്പർ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരവും സൈനയാണ്. ആകെ 24 രാജ്യാന്തര കിരീടങ്ങൾ സ്വന്തമാക്കിയ സൈനയെ രാജ്യം ഖേൽ രത്ന, പത്മഭൂഷൺ, പത്മശ്രീ, അർജുന അവാർഡുകൾ നൽകി ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യ ന്യൂസിലൻഡ് 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കം. 5 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യയുടെ അവസാനപ്പെട്ട ലോകകപ്പ് ഒരുക്കങ്ങളുടെ കൂടിയതാണ്. തിരുകിക്കയറ്റലുകളും തലതിരിഞ്ഞ പരീക്ഷണങ്ങളും 8 നിലയിൽ പൊട്ടിയതോടെ തിരിച്ചറിവ് വന്ന BCCI 2020 ലോക കിരീടം നിലനിർത്താൻ ആരാധകരൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഒരു ഇന്ത്യൻ ടീമിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി മികച്ച പ്ലേയിങ് 11 കണ്ടെത്താനും കുറ്റങ്ങളും കുറവുകളുമെല്ലാം പരിഹരിക്കുന്നതിനുള്ള സമയം. അതിനുള്ള അവസാന അവസരമാണ് ന്യൂസിലാൻഡിനെതിരായ 5 മത്സരങ്ങളടങ്ങിയ പരമ്പര. ചരിത്രത്തിലാദ്യമായി കിവീസിനെതിരെ സ്വന്തം നാട്ടിൽ ഏകദിന പരമ്പര കൂടി കൈവിട്ട സാഹചര്യത്തിൽ സീരീസ് ജയിക്കേണ്ടത് സൂര്യകുമാർ യാദവിനും സംഘത്തിനും അനിവാര്യം. ശുഭമാൻ ഗില്ലിനെ ഒഴിവാക്കി അഭിഷേക് ശർമ്മയ്ക്ക് കൂട്ടായി സഞ്ജു സാംസണെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇന്ത്യയുടെ ഓപ്പണിംഗ് വീണ്ടും പഴയ പോലെ ഡബിൾ സ്ട്രോങ് ആയി. ഫോം വീണ്ടെടുക്കാൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും ഇത് അവസാന അവസരം.
തിലക് വർമ്മയ്ക്ക് പരിക്കുമൂലം ആദ്യ 3 മത്സരം നഷ്ടമാകുമെന്നതിനാൽ പകരമെത്തിയ ശ്രേയസ് അയ്യരും കിട്ടിയ അവസരം മുതലെടുക്കാൻ നോക്കും. ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ട ഇഷാൻ കിഷനും റിങ്കു സിംഗും പ്ലേയിങ് 11-ലെ ഇടത്തിനായി പൊരുതും. ഇന്ത്യയുടെ മാച്ച് വിന്നർമാരായ ഹാർദിക് പാണ്ഡ്യയ്ക്കും ജസ്പ്രീത് ബുംറയ്ക്കും ആയുധങ്ങളുടെ മൂർച്ച കൂട്ടാനുള്ള സമയം കൂടിയാണിത്. അതേസമയം ഏകദിന പരമ്പരയ്ക്ക് പിന്നാലെ 2020 പരമ്പരയും പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് മിച്ചൽ സാന്റ്നറും സംഘവും. ഏകദിന പരമ്പരയിലെ ഹീറോ ഡാരിൽ മിച്ചൽ, ഗ്ലെൻ ഫിലിപ്സ്, രജിൻ രവീന്ദ്ര, ലോക്കി ഫെർഗൂസൺ തുടങ്ങി കിടിലൻ സംഘമാണ് കിവീസിന്റേത്. വിദർഭയിൽ തുടങ്ങുന്ന പരമ്പരയിലെ അവസാന മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. സ്പോർട്സ് ഡെസ്ക് 24. യുവേഫ ചാമ്പ്യൻസ് ലീഗ് 7ാം റൗണ്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. റയൽ മാഡ്രിഡ്, PSG, ആഴ്സണൽ, മാഞ്ചസ്റ്റർ സിറ്റി ടീമുകളെല്ലാം കളത്തിലെത്തും. ലീഗ് റൗണ്ടിൽ 2 മത്സരങ്ങൾ മാത്രം ശേഷിക്കെ പ്ലേ ഓഫ് ബർത്തിനായി പൊരിഞ്ഞ പോരാട്ടമാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ. 36 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ലീഗിൽ ആദ്യ 8 ടീമുകൾക്കാണ് നേരിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത. 9 മുതൽ 24 വരെയുള്ള സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് യോഗ്യതാ മത്സരത്തിന്റെ അധിക കടമ്പയുണ്ട്. 6-ൽ 6 മത്സരങ്ങൾ ജയിച്ച ലീഗിലെ തോൽവിയറിയാത്ത ഏക ടീമായ ആഴ്സണൽ മാത്രമാണ് ഏറെക്കുറെ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചിട്ടുള്ളത്. പക്ഷേ 7ാം റൗണ്ടിൽ ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർ മിലാനാണ് ഗണ്ണേഴ്സിന്റെ എതിരാളികൾ. ചാമ്പ്യൻസ് ലീഗിലെ ഗോട്ട് ടീം റയൽ മാഡ്രിഡ് മൊണാക്കോയെ നേരിടുമ്പോൾ നിലവിലെ ചാമ്പ്യൻസായ PSG-യുടെ എതിരാളികൾ പോർച്ചുഗീസ് ക്ലബ്ബ് സ്പോർട്ടിംഗ്. ടോട്ടനം, ബൊറൂസിയ, അത്ലറ്റിക്കോ മാഡ്രിഡ്, ഗലാറ്റ്സറെ മത്സരങ്ങളും ആരാധകർക്ക് ആവേശമാകും. ഈ മത്സരങ്ങളെല്ലാം രാത്രി 1:30-ക്കാണ്. രാത്രി 11:15 തുടങ്ങുന്ന മത്സരത്തിൽ മുൻ ചാമ്പ്യൻസായ മാഞ്ചസ്റ്റർ സിറ്റി ബോഡോയെയും നേരിടുന്നുണ്ട്. സ്പോർട്സ് ഡെസ്ക് 24. പ്രതിരോധ, നിക്ഷേപ, ബഹിരാകാശ മേഖലകളിൽ കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും UAE-യും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹിയിൽ നടത്തിയ ചർച്ചയിലാണ് കരാറുകളിൽ ഒപ്പുവെച്ചത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ 2 മണിക്കൂർ സന്ദർശനത്തിൽ ഇന്ത്യ ഒപ്പിട്ടത് സുപ്രധാനമായ നിരവധി കരാറുകളിൽ. പ്രതിരോധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. ഇന്ത്യയും UAE-യും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതായിരിക്കും കരാറെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. Mostly this discussion was about bilateral trade and the salutary impact that the India-UAE comprehensive economic partnership has had on bilateral trade and how we need to expand it in the coming years. ബഹിരാകാശ മേഖലയിലും ഇരു രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. ഗുജറാത്തിലെ നിക്ഷേപ കേന്ദ്രങ്ങളിൽ UAE-യുടെ പങ്കാളിത്തത്തിനായി കരാറിൽ ഒപ്പുവെച്ചു. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് LNG വിതരണം ചെയ്യുന്നതിനുള്ള കരാറിലും ഒപ്പുവെച്ചു. ഭക്ഷ്യസുരക്ഷ, ആണവ സഹകരണം സംബന്ധിച്ച വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. ചുരുങ്ങിയ സമയത്തെ സന്ദർശനമായിരുന്നുവെങ്കിലും ഏറെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നുവെന്ന് വിദേശകാര്യ സെക്രട്ടറി. This particular visit has contributed to the setting, in fact, the direction of work between India and the UAE in the very near future. പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളും ഇരു രാഷ്ട്ര നേതാക്കളും ചർച്ച ചെയ്തു. ഡൽഹി പാലം വിമാനത്താവളത്തിലെത്തിയ UAE പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. 24 ഡൽഹി. യമന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ച് UAE സമാന്തര സൈനിക നീക്കം നടത്തുന്നതായി ഹളർമൌത്ത് ഗവർണർ സലിം അൽ ഖുൻബാഷി. സൗദി അതിർത്തിയോട് ചേർന്നുള്ള മേഖലയിൽ രഹസ്യ ജയിലുകൾ സ്ഥാപിച്ചും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചും UAE ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്നും ആരോപണമുണ്ട്. അറബ് സഖ്യകക്ഷി എന്ന നിലയിൽ യമനിലെത്തിയ UAE സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാൻ സായുധ സംഘങ്ങളെ വളർത്തുകയാണ് എന്ന ആരോപണമാണ് യമനിലെ ഹളർമൌത്ത് ഗവർണർ സാലിം അൽ ഖുൻഷാബിയുടെ ആരോപണം. മുക്കല്ലയിലെ അൽ റയാൻ വിമാനത്താവളം ഒരു സാധാരണ സൈനിക കേന്ദ്രം മാത്രമല്ല, മറിച്ച് വധശിക്ഷകൾക്കും പീഡനങ്ങൾക്കുമുള്ള പരീക്ഷണശാലയായി മാറിയിരിക്കുന്നു എന്ന് ഗവർണർ കുറ്റപ്പെടുത്തി. ഇവിടെ നിന്ന് കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കളും ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ വകവരുത്താൻ ലക്ഷ്യമിട്ടിരിക്കുകയാണ്. പിരിച്ചുവിടപ്പെട്ട സദേൺ ട്രാൻസിഷണൽ കൌൺസിൽ നേതാവ് ഐദ്രൂസ് അൽ സുബൈദിയെ സോമാലിയ വഴി അബുദാബിയിലേക്ക് കടത്തിയത് നിയമ നടപടികളിൽ നിന്ന് സംരക്ഷിക്കാനാണെന്ന് ഗവർണർ ആരോപിച്ചു. സൗദി അറേബ്യയുമായി അതിർത്തി പങ്കിടുന്ന ഈ മേഖലയിൽ അസ്ഥിരതയുണ്ടാക്കുന്നത് യമന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് പ്രാദേശിക സുരക്ഷയെ തന്നെ ബാധിക്കും. രഹസ്യ ജയിലുകളിൽ നടക്കുന്ന ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ UAE നേരിട്ട് മറുപടി പറയേണ്ടി വരും. അന്താരാഷ്ട്ര നിയമങ്ങളും യമനിലെ പ്രാദേശിക നിയമങ്ങളും ഉപയോഗിച്ച് ഈ കടന്നുകയറ്റത്തെ ചെറുക്കുമെന്നും ഹളർമൌത്തിനെ ബാഹ്യശക്തികളിൽ നിന്ന് മോചിപ്പിക്കുമെന്നും ഗവർണർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 24 ജിദ്ദ.
സൗദി അറേബ്യൻ സ്വകാര്യ മേഖലയിലെ മാർക്കറ്റിംഗ് സെയിൽസ് തസ്തികകളിൽ സ്വദേശിവൽക്കരണ തോത് ഉയർത്തി മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ നിർണായക ഉത്തരവ്. 18ഓളം തസ്തികകളിൽ 60% സ്വദേശികളെ നിയമിക്കണം എന്നതാണ് പുതിയ നിർദ്ദേശം. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സൗദി തൊഴിൽ വിപണിയിൽ സ്വദേശികൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നതിന്റെ ഭാഗമായാണ് മാർക്കറ്റിംഗ് സെയിൽസ് മേഖലകളിൽ 60% സ്വദേശിവൽക്കരണം ഏർപ്പെടുത്തിയത്. മാർക്കറ്റിംഗ് മാനേജർ, അഡ്വർടൈസിംഗ് ഏജന്റ്, ഗ്രാഫിക് ഡിസൈനർ, PR സ്പെഷ്യലിസ്റ്റ്, PR മാനേജർ, ഫോട്ടോഗ്രാഫർ, സെയിൽസ് മാനേജർ, റീറ്റെയിൽ ഹോൾസെയിൽ സെയിൽസ് പ്രതിനിധികൾ, കൊമേഴ്ഷ്യൽ സ്പെഷ്യലിസ്റ്റ് തുടങ്ങി 18ഓളം തസ്തികകളിലാണ് പുതിയ നിയന്ത്രണം വരുന്നത്. 3 അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളെല്ലാം ഈ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. സ്വദേശി ജീവനക്കാരുടെ കുറഞ്ഞ ശമ്പളം 5500 റിയാലായി നിജപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിയമം നടപ്പിലാക്കുന്നതിനായി സ്ഥാപനങ്ങൾക്ക് 3 മാസത്തെ സാവകാശം അനുവദിച്ചു. ഏപ്രിൽ പകുതിയോടെ പുതിയ നിയമം പൂർണ്ണമായി പ്രാബല്യത്തിൽ വരും. ഹദഫ് ഉൾപ്പെടെയുള്ള സർക്കാർ പദ്ധതികൾ വഴി സ്വദേശികളെ കണ്ടെത്താൻ സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയം സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഓസ്ട്രേലിയയിലെ പെർത്തിൽ കൈറ്റ് ഫ്ലൈയിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. വേനൽക്കാല സ്കൂൾ അവധിയും വാരാന്ത്യവും ഒരുമിച്ചെത്തിയ അവസരം പ്രയോജനപ്പെടുത്തിയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. വേനൽക്കാലത്ത് എല്ലാ നഗരത്തിലും സംഘടിപ്പിക്കാറുള്ള ഫെസ്റ്റിവലാണ് കൈറ്റ് ഫ്ലൈയിംഗ് ഫെസ്റ്റിവൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലെ പെർത്തിലെ സദർലൻഡ് പാർക്കിലാണ്. ഇവിടെ കൈറ്റ് ഫ്ലൈയിംഗ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാഴ്ചകളിലേക്ക് പോയാലോ? നിറങ്ങളാലും ആഘോഷങ്ങളാലും പെർത്തിനെ ആവേശത്തിലാക്കാൻ കൈറ്റ് ഫ്ലൈയിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് പെർത്തിലെ സദർലൻഡ് പാർക്കിലാണ്. കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒരുമിച്ച് പങ്കെടുത്ത വർണ്ണാഭമായ ആഘോഷമായി പെർത്തിൽ കൈറ്റ് ഫ്ലൈയിംഗ് ഫെസ്റ്റിവൽ ശ്രദ്ധേയമായി. സമൂഹവും ഐക്യവും വിനോദവും ലക്ഷ്യമാക്കി സംഘടിപ്പിച്ച ഈ ഉത്സവം നിറങ്ങളാലും സംഗീതത്താലും നിറഞ്ഞ ഒരു ദിനമായി മാറി. മറ്റ് കമ്മ്യൂണിറ്റി ഫെസ്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ ഇന്ത്യൻ സമൂഹത്തിന്റെ പങ്കാളിത്തം ഇവിടെ കൂടുതലായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. എല്ലാ പ്രായത്തിലുള്ളവർക്കും അനുയോജ്യമായ പരിപാടികളോടെ തുറന്ന മൈതാനം ഉത്സവ അന്തരീക്ഷത്തിലേക്ക് മാറുകയായിരുന്നു. വിവിധതരം കൈറ്റുകളും നൂലുകളും ഉൾപ്പെട്ട കൈറ്റ് ഫ്ലൈയിംഗ് ആഘോഷത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു. രുചികരമായ ഭക്ഷണവും മധുര പലഹാരങ്ങളും ലഭ്യമായ ഫുഡ് ട്രക്കുകൾ, ദിവസം മുഴുവൻ DJ സംഗീതം, കുട്ടികൾക്കായി ഒരുക്കിയ ജമ്പിംഗ് കാസലുകൾ, അമ്യൂസ്മെന്റ് റൈഡുകൾ, കൂടാതെ ഫേസ് പെയിന്റിംഗും ഹെന്ന അലങ്കാരങ്ങളും ഉത്സവത്തിന് കൂടുതൽ ചാരുത നൽകി. മർച്ചൻഡൈസ് സ്റ്റാളുകളും കുടുംബ സൗഹൃദ വിനോദ പരിപാടികളും പങ്കെടുത്തവർക്കായി ഒരുക്കിയിരുന്നു. മതിയായ സൗജന്യ പാർക്കിംഗ് സൗകര്യങ്ങളോടെയും സൗഹൃദപരമായി തുറന്ന അന്തരീക്ഷത്തോടെയും കുടുംബങ്ങളും സുഹൃത്തുക്കളും പിക്നിക് മൂടൊരുക്കി ശാന്തവും സന്തോഷവുമായി സമയം ചെലവഴിക്കാൻ അവസരം ലഭിച്ചു. വിനോദവും സംസ്കാരവും സമൂഹബോധവും ഒരുമിച്ച് ചേർന്ന ആഘോഷമായിരുന്നു ഇത്. അങ്ങനെ കൈറ്റ് ഫ്ലൈയിംഗ് ഫെസ്റ്റിവൽ പെർത്തിലെ ഒരു പ്രിയപ്പെട്ട സമൂഹാഘോഷമായി വീണ്ടും നിറഞ്ഞു. ആകാശത്ത് നിറങ്ങൾ പകർന്നുകൊണ്ട് സന്തോഷവും ഐക്യവും പങ്കുവച്ച ഒരു മറക്കാനാവാത്ത അനുഭവമായി ഈ കൈറ്റ് ഫെസ്റ്റിവൽ മാറി. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ലീജ ചാക്കോ. ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വിട്ടുകിട്ടണമെന്ന ആവശ്യത്തിൽ ഉറച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്രീൻലാൻഡ് വിഷയത്തിൽ കരാറിലെത്താത്ത പക്ഷം 8 രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ തീരുവ ചുമത്തുമെന്ന പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കി. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം തനിക്ക് നൽകാത്തതിനാൽ ഇനി സമാധാനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കേണ്ട ബാധ്യത തനിക്കില്ല എന്ന് നോർവേ പ്രധാനമന്ത്രിക്ക് അയച്ച സന്ദേശത്തിൽ ട്രംപ് പറയുന്നു. ട്രംപിന്റെ സമ്മർദ്ദത്തിന് വിധേയരാകില്ല എന്ന് ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് നീൽസൺ വ്യക്തമാക്കി. ഗ്രീൻലാൻഡിന്റെ ഭാവി ഗ്രീൻലാൻഡിലെ ജനതയുടെയും ഡെൻമാർക്കിന്റെയും മാത്രമാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പറഞ്ഞു. ഇറ്റാലിയൻ ഫാഷൻ ഇതിഹാസം വാലന്റീനോ ഗരവാനി വിടവാങ്ങി. 93 വയസ്സായിരുന്നു. വാലന്റീനോ എന്ന ലോകപ്രശസ്ത ബ്രാൻഡിന്റെ സ്ഥാപകനായ വാലന്റീനോ ഗരവാനി 1959 സ്വന്തം പേരിൽ ബ്രാൻഡിന് രൂപം നൽകിയത്. ഗരവാനി രൂപകൽപ്പന ചെയ്ത ഗൌണുകളിലെ തിളക്കമാർന്ന ചുവപ്പ് നിറം വാലന്റീനോ റെഡ് എന്നാണ് അറിയപ്പെടുന്നത്. ജാക്വലിൻ കെനഡി, ചലച്ചിത്ര താരങ്ങളായ എലിസബത്ത് ടെയ്ലർ, പെനിലോപ്പ് ക്രൂസ്, ഷാരോൺ സ്റ്റോൺ തുടങ്ങിയവരുടെ വസ്ത്ര ഡിസൈനറായിരുന്നു ഗരവാനി. ആരോഗ്യപരമായ കാരണങ്ങളാൽ 2008 ഫാഷൻ രംഗത്തു നിന്നും ഗരവാനി വിരമിച്ചിരുന്നു. സംസ്കാരം ഈ മാസം 23 റോമിൽ നടക്കുമെന്ന് വാലന്റീനോ ഫൗണ്ടേഷൻ അറിയിച്ചു. കാബൂൾ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അഫ്ഗാൻ ഘടകം ഏറ്റെടുത്തു. ചൈനീസ് ഭരണകൂടം സിൻജിയാങ് പ്രവിശ്യയിൽ മുസ്ലിം ന്യൂനപക്ഷമായ ഉയ്ഗൂറുകൾക്കെതിരെ നടത്തുന്ന പീഡനങ്ങൾക്കെതിരെയുള്ള പ്രതികരണമെന്ന് പ്രസ്താവനയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിൽ ചൈനീസ് റെസ്റ്റോറന്റിൽ നടന്ന സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. കാബൂളിലെ വാണിജ്യ മേഖലയായ ഷഹർ ഇ നൌവിലാണ് സ്ഫോടനമുണ്ടായത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.